മിന്നുകെട്ട് ഭാഗം 4. രചന അവതരണം ദിവ്യരാജ്. പ്രതീക്ഷിക്കാതെയുള്ള എഡ്ഡിയുടെ വരവ് കണ്ട് ചമ്മലോടെ മുഖം തിരിച്ചു ഇസഹാക്ക്. ഇസഹാക്കിനോട് തോന്നിയ പക മറച്ചു വെച്ചുകൊണ്ട് നേർമയിൽ പുഞ്ചിരിച്ചു എഡ്ഡി. വളരെ പെട്ടെന്ന് സ്നേഹസമ്പന്നനായ അനുജനായി മാറിയവൻ. ഹോ ഗോഡ്, ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായല്ലേ? സോറി ഇച്ചായ, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. അബദ്ധം പറ്റിയ പോലെ സ്വയം നെറ്റിക്കടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ഏയ് സാരമില്ലടാ, ഞാൻ അമ്മുവിനോട് സംസാരിക്കാൻ തുടങ്ങിയതായിരുന്നു. അമ്മാളുവിനെ നോക്കി കണ്ണ് ചിമ്മി കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇസഹാക്ക്. അല്ല, എന്നാടാ എഡ്ഡി, നീ എന്നാ ഇപ്പോൾ ഓടിപ്പിടിച്ച് വന്നത്? ഇസഹാക്ക് നെറ്റി ചുളിച്ചു. ഓ അതോ, എബിച്ചായൻ വിളിച്ചിരുന്നു. ആള് ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് വരുവാന്ന് പറയാൻ പറഞ്ഞു. ഇച്ചായനെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് പറയുമ്പോഴും അവൻ്റെ നോട്ടം ഇടയ്ക്കിടെ അമ്മാളുവിനെ തേടി. അവളുടെ നെറുകിലെ സിന്ദൂരവും കഴുത്തിലെ മിന്നും കാണെ ദേഷ്യം മരിച്ചു കയറിയിരുന്നു. പക്ഷേ അത് വിദഗ്ധമായി പുഞ്ചിരിച്ചുകൊണ്ട് മറച്ചുവെച്ചു. ഇച്ചായ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ രണ്ടാളും ഹണിമൂണിന് പോകുന്നില്ലായോ? ഇനിയും അത് നീട്ടിക്കൊണ്ടു പോവണ്ട, ഉടനെ പോവാൻ നോക്ക്. എഡ്ഡി അത് പറയുമ്പോൾ ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി അമ്മാളു. ഒരു ഭാവഭേദവുമില്ലാതെയുള്ള അവൻ്റെ അഭിനയം അത്ഭുതത്തോടെ നോക്കി നിന്നു അവൾ. ഏയ് ഉടനെ വേണ്ടടാ, അമ്മ ഒന്ന് റിലാക്സ്ഡ് ആയിക്കോട്ടെ ആദ്യം. എടുപിടിന്ന് പെട്ടെന്ന് എടുത്ത കെട്ട് കല്യാണമല്ലേ. അവളാകെ കൺഫ്യൂഷനില്ല. അതൊന്ന് മാറി എൻ്റെ പെണ്ണൊന്ന് ഹാപ്പി ആവട്ടെ. അവളെ നോക്കി വശ്യമായി ചിരിച്ചു ഇസഹാക്ക്. അത് കാണെ എഡ്ഡിയുടെ ദേഷ്യം പിന്നെയും ഇരട്ടിച്ചു. എന്നാ ശരി, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു പല്ല് ഞെരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നവൻ. പാവ, എന്നോട് വലിയ സ്നേഹവാ. ഇച്ചായെന്ന് വിളിച്ച് പിന്നാലെ തന്നെ ചെക്കൻ. എത്രയും പെട്ടെന്ന് അവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്തി അവനെ സെറ്റിലാക്കണം. ചെറുക്കന് ഈയിടെയായി കറക്കം ഇച്ചിരി കൂടുതലാ. ഇനിയും അത് വേണ്ട. കുറച്ചൊക്കെ സീരിയസ്നെസ് വരേണ്ട സമയമായി. ഇസഹാക്ക് ഇതെല്ലാം പറയുമ്പോഴും അമ്മാളുവിൻ്റെ നെഞ്ചിൽ നോവുയർന്ന പോലെ തോന്നി. എഡ്ഡിച്ചായനൊപ്പം മറ്റൊരു പെൺകുട്ടി ചിന്തിക്കാൻ കൂടി കഴിയണില്ല അവൾ ഓർത്തു. അമ്മു, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഇന്നലത്തെ പോലെ വരാൻ വൈകും. കൊച്ചത്താഴം കഴിച്ച് കിടന്നേക്കണം പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. പകപ്പോടെ അവനെ തന്നെ നോക്കിയവൾ. അറിയാം, വിവാഹം കഴിഞ്ഞ് 2 ദിവസമായിട്ടും എന്നോടൊപ്പം കുറച്ചു നേരം സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല അല്ലേ അമ്മു? എന്ത് ചെയ്യാനാടി, ഇച്ചായന് തിരക്കൊഴിഞ്ഞ സമയം വേണ്ടേ? എന്ന് കരുതി നിന്നോടുള്ള എൻ്റെ പ്രണയത്തിന് കുറവൊന്നും വരില്ല. ഈ തിരക്കൊന്ന് ഒഴിഞ്ഞോട്ടെ. ചെയ്തു തീർക്കേണ്ട ചിലതൊക്കെയുണ്ട്. അതൊക്കെ ചെയ്തു തീർത്തു കഴിഞ്ഞ് നമുക്ക് നമ്മുടേത് മാത്രമായ സ്വകാര്യതയിലേക്ക് ചുരുങ്ങണം. അതുവരെ എൻ്റെ പെണ്ണ് കാത്തിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ ഇറങ്ങാ കൊച്ചേ. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചേക്കണേ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു ഇസഹാക്ക്. അവൻ പോകുന്നതും നോക്കി നിർവികാരതയോടെ നിന്നു അവൾ. ഡാമിറ്റ് ഇസഹാക്ക്, അമ്മോള് എൻ്റേതാ, എൻ്റെ മാത്രം. അവൾ പ്രണയിച്ചത് എന്നെയാ. നീ അവൾക്ക് ആരുമല്ല, ആരും. നിനക്ക് അവളിൽ യാതൊരു അവകാശവുമില്ല. പിന്നെയും എൻ്റെ പെണ്ണിനെ മുഖത്തോടെ നീ നോക്കുന്നത് കാണുമ്പോൾ ഐ കാൺട്ട് ബെയർ ഇറ്റ്. ഐ കാൺട്ട്. മുഷ്ടി ചുരുട്ടി ചുമരിൽ ആഞ്ഞു പ്രഹരിച്ചു എഡ്ഡി. വിട്ടുതരില്ല ഞാൻ അവളെ ആർക്കും. തലമുടി വിരലുകളാൽ കോർത്തു വലിച്ചുകൊണ്ട് റൂമിലൂടെ നടന്നു തലങ്ങും വിലങ്ങും വെരുകിനെ പോലെ. ഇസഹാക്ക് നേരെ പോയത് അമ്മാളുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവനെ പ്രതീക്ഷിച്ചെന്ന പോലെ ചന്ദ്രൻ പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. കാറിൻ്റെ ഡോർ തുറന്നിറങ്ങി വരുന്നവനെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു അയാൾ. ചന്തുമാമ എന്നതിനെ കാണണമെന്ന് പറഞ്ഞത്? തെല്ലൊരു പരിഭ്രമത്തോടെ തിരക്കിയവൻ. എനിക്ക് മോനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതാ. പറഞ്ഞു നിർത്തിക്കൊണ്ട് അവനെ നോക്കി. എന്താ ചന്തുമാമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദിയോടെ തിരക്കിയവൻ. അങ്ങനെ ചോദിച്ചാൽ കുറച്ച് പ്രശ്നമുള്ളതാ മോനെ. ഇന്നലെ വൈകുന്നേരം ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും എനിക്കൊരു കോൾ വന്നിരുന്നു. വിളിച്ചത് അയാളാ, അമ്പാട്ട് മാധവൻ തമ്പി. ആ പേര് കേട്ടതും ഇസഹാക്ക് ഞെട്ടലോടെ അയാളെ നോക്കി. അമ്മുവിനെ ദ്രോഹിക്കുമെന്ന അവൻ്റെ ഭീഷണി. ഏത് രക്ഷകന്റെ കരങ്ങളിലായാലും അവളെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുപോകുമെന്നാ പറഞ്ഞത്. മഠത്തിൽ രാഘവ മേനോന്റെ കുലം എന്നിൽ തീരണമെന്ന്. ഇനി ഒരു അനന്തരാവകാശി മാളുവിൽ നിന്ന് ജന്മമെടുക്കാൻ പാടില്ലെന്ന് ചുണ്ടു കോട്ടിച്ചുകൊണ്ട് തുടർന്നു. അത് കേട്ടതു മുതൽ എൻ്റെ സമാധാനം പോയിരിക്കുമോ മോനെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞയാൾ. അത് കേട്ടതും ഇസഹാക്കിൻ്റെ മുഖം മുറുകി. കൈമുഷ്ടി ചുരുട്ടവേ ഞരമ്പുകൾ ഉയർന്നു നിന്നു. എനിക്കറിയാം അമ്മ നിന്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന്. എങ്കിലും ഒരാധി. ഇപ്പോൾ അവൻ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുക. ഇത്ര നാളും അവൻ്റെ ആളുകളെ പേടിച്ച് ഞാൻ മോളെയും കൊണ്ട് പരക്കം പാച്ചിലായിരുന്നു.
ഇനി അവനെയും കൂടി നേരിട്ടെത്തിയിരിക്കുമല്ലേ ഇപ്പോൾ. എപ്പോഴാ അവൻ നമുക്ക് നേരെ വരുന്നതെന്ന് അറിയില്ല. പേടിക്കണം. പാമ്പിനെ പോലെ പകയുള്ളവനാ. പറയുമ്പോൾ കണ്ടു ആ കണ്ണുകളിൽ നിറഞ്ഞ ഭയം. ചന്തുമാമ പേടിക്കണ്ട. അവളെ അയാൾ ഒരു ചുക്കും ചെയ്യില്ല. അതിന് ഇസഹാക്ക് അയാളെ അവൾക്കരികിലേക്ക് അടുപ്പിച്ചിട്ട് വേണ്ടേ? അയാളുടെ കൈ പിടിച്ചെടുത്ത് പറഞ്ഞവൻ. അതാ എൻ്റെ ഒരു ആശ്വാസം. മാധവന്റെ വരവ് മുന്നിൽ കണ്ടുകൊണ്ടാ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്താൻ തിടുക്കം കൂട്ടിയതും. സ്വന്തം ചോരയാണെന്നറിയാതെയാ മാധവൻ അമ്മുവിനെ കൊല്ലാൻ നടക്കുന്നത്. അവനും കരുതിയിരിക്കുന്നത് അമ്മു എൻ്റെ മോളാണെന്നാ. പൂർണ്ണ ഗർഭിണിയായ ജാനകിയെ അന്ന് അച്ഛൻ്റെ ആൾക്കാർ കൊന്നു എന്നാ അവൻ കരുതിയിരിക്കുന്നത്. അച്ഛൻ അവരെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി തന്നെ അന്ന് ആൾക്കാരെയും കൂട്ടി അവിടേക്ക് പോയത്. പക്ഷേ കഴിഞ്ഞില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം മോളല്ലേ, അതും പൂർണ്ണ ഗർഭിണി. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പരിക്കുകളോടെ. തല്ലാൻ വിളിച്ചു കൊണ്ടുപോയവരിൽ ഒരാൾ മാധവന്റെ കുത്തേറ്റ് മരിച്ചിരുന്നു. അങ്ങനെ അയാൾ ജയിലിലായത്. 22 വർഷത്തെ തടവ് ശിക്ഷ. ജാനകിയെ കൊന്നെന്ന് വിശ്വസിച്ച് അതിന്റെ പക തീർക്കാനാ ഞങ്ങളുടെ കുടുംബം മുടിക്കുമെന്നും ദൃഢപ്രതിജ്ഞയുമായി നടക്കുന്നത്, അയാൾ കൂട്ടിച്ചേർത്തു. ചന്തുമാമ അയാളോട് പറയാൻ ശ്രമിച്ചിട്ടില്ലേ ജാനകിയമ്മ അമ്മുവിനെ പ്രസവിച്ചതും അതോടെയാ മരിച്ചതെന്നും? അയാളെ ചോദ്യഭാവത്തിൽ നോക്കി ഇസഹാക്ക്. പലതവണ ഇക്കാര്യം പറയാനായി ജയിലിലേക്ക് പോയതാടാ. പക്ഷേ എന്നെ ഒന്ന് കാണാൻ കൂടി കൂട്ടാക്കിയില്ല, ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു അയാൾ. അമ്മുവിനെ ഞാൻ എൻ്റെ ഗീതൂട്ടിയെ പോലെ തന്നെ വളർത്തിയത്. രണ്ടുപേരും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ പിറന്നവരാ. ദേവി മോളെയും എന്നെയും ഉപേക്ഷിച്ച് പോയതേ അമ്മുവിൻ്റെ പേരും പറഞ്ഞ. സഹോദരി പിഴച്ചു പെറ്റ കുഞ്ഞിനെ ഞാൻ ചുമക്കുന്നുവെന്ന് പറഞ്ഞ് എന്നും ബഹളമായിരുന്നു. അതിൻ്റെ പേരിൽ എട്ടും പൊട്ടും തിരിയാത്ത അമ്മുവിനെ തല്ലുന്നത് കണ്ട് ഞാനും ഒന്ന് പൊട്ടിച്ചു. അത്രയ്ക്ക് സഹികെട്ടപ്പോൾ മാത്രം. പക്ഷെ അന്ന് അവൾ ഈ വീട് വിട്ട് ഇറങ്ങിയതാ. പിന്നെ വന്നത് ഗീതുമോള് മരിച്ചപ്പോൾ. അന്ന് എന്നെ കുറേ ശപിച്ചിട്ടൊക്കെയാ പോയത്. ദീർഘമായി നിശ്വസിച്ചു അയാൾ വീണ്ടും. അന്ന് ആ കാർ ആക്സിഡന്റ് നടക്കുമ്പോൾ അവൾക്കും ഗീതുവിനും 12 വയസ്സാ. എനിക്ക് എൻ്റെ നീതുമോളെ നഷ്ടമായപ്പോൾ ഞാൻ പിടിച്ചു നിന്നത് അമ്മുവിനെ ഓർത്താ. മോള് തന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവളും അങ്ങനെ വിശ്വസിക്കുന്നത്. അമ്മാവനാണെന്ന് അറിയില്ല അവൾക്ക്. അന്ന് വലിയ പരുക്കുകളോടെ അമ്മ മോള് രക്ഷപ്പെട്ടപ്പോൾ അവളുടെ ഓർമ്മ നഷ്ടപ്പെടുമെന്ന് കരുതിയതേയില്ല. അതിനുശേഷം ഞാൻ അവൾക്ക് അമ്മയും അച്ഛനും കളിക്കൂട്ടുകാരനും ഒക്കെയായി. പാവ എൻ്റെ അമ്മു. ഇല്ലായ്മ അറിഞ്ഞേ ജീവിച്ചിട്ടുള്ളൂ ഇന്നേ വരെ. ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മോൾക്ക്. പക്ഷേ തുടർന്ന് പഠിക്കാനിരുന്നപ്പോഴാ എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നത്. പിന്നെ എനിക്ക് വേണ്ടി പഠനം ഉപേക്ഷിച്ച് വീട്ടിൽ കൂടിയതാ. കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു. ചന്തുമാമ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവളുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിൽക്കില്ല. അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും, പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ. മോളെ, അവൻ എന്നും വൈകുമെന്നാ തോന്നുന്നത്. ഇനിയും ഇവിടെ ഇരുന്ന് സമയം കളയണ്ട. മോള് റൂമിലേക്ക് ചെല്ല്. ചെന്ന് ഫ്രഷായി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനിയും വഴിക്കണ്ണുമായി അവനെ കാക്കണ്ട. അവൻ വരുമ്പോൾ ഞാൻ വാതിൽ തുറന്നു കൊടുത്തോളാം. ഇസഹാക്കിനെ പ്രതീക്ഷിച്ച് ഹാളിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സോഫി അവളെ നിർബന്ധപൂർവ്വം റൂമിലേക്ക് പറഞ്ഞു വിട്ടത്. റൂമിനടുത്ത് എത്താറായതും ആരോ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോയി. വാതിൽ ചേർത്തടച്ചു കൊണ്ടവൻ ലൈറ്റ് ഓണാക്കിയതും കണ്ടു എഡ്ഡിയെ. അതുവരെ പിടിച്ചു വച്ചിരുന്ന കരച്ചിൽ പുറത്തേക്ക് വന്നു അവനെ കണ്ട മാത്രയിൽ. അമ്മാളു, ഞാൻ പറഞ്ഞതല്ലേ അയാളെ നിന്റെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കരുതെന്ന്. എന്നിട്ട് നീ എന്താ കാട്ടണത്? ശാന്തനായി ചോദിച്ചു തുടങ്ങിയെങ്കിലും പറഞ്ഞു നിർത്തിയത് അധികരിച്ച കോപത്തോടെയാണ്. ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് കഴിയില്ല. ഇച്ചായനെ തടയാൻ എനിക്ക് പറ്റണില്ല. പേടിയാ എനിക്ക്. ഇച്ചായനോട് അരുതെന്ന് പറയാൻ പേടിയാ. കണ്ണുകൾ നിറഞ്ഞു അവളുടെ. ഏയ് കരയണ്ട, കൂൾ അമ്മാളോ. അയാൾ നിന്നെ തൊടുന്നതും നിന്നെ നോക്കുന്നതും കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അവളെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു എഡ്ഡി. അയാൾ എന്നെ താലി കെട്ടിയ പുരുഷനാ, എൻ്റെ ഭർത്താവ്. ആ അധികാരത്തിലാവും എന്നെ തൊടുന്നത്. ഞാൻ ഇച്ചായനെ എന്തു പറഞ്ഞു തടയും? എനിക്ക് കഴിയില്ല. അവൾ ഒച്ചയെടുത്തു. ഓ, അപ്പോ അതുവരെ എത്തിയല്ലേ നിന്റെ ഭർത്താവ്? എന്നേക്കാൾ യോഗ്യനായ അവനെ കണ്ടപ്പോൾ എനിക്ക് തന്ന വാക്ക് മറന്നോ നീ? അപ്പോ നിനക്കവനെ മതിയല്ലേ? അവനോടൊപ്പം ജീവിക്കാമെന്ന് കരുതലുണ്ടാവും അല്ലേ? വല്ലാത്തൊരു ഭാവത്തോടെയുള്ള എഡ്ഡിയുടെ സംസാരം കേട്ട് പിടപ്പോടെ മുഖമുയർത്തി നോക്കിയവൾ. ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും തന്നെ നോവിക്കാത്ത ആളാ ഇന്ന് നാവിൽ വന്നതൊക്കെ വിളിച്ചു കൂവിയത്. എഡ്ഡിച്ചായനിതെന്താ പറയണത്? എനിക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ?
എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഇച്ച എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എത്രമാത്രം ഭയത്തോടെയാ കടന്നു പോകുന്നതെന്നറിയോ? അവൾ ഗർവിച്ചു. ഉള്ളിലെ സങ്കടവും അമർഷവും പുറത്തേക്ക് വന്നിരുന്നു. പിന്നെ ഞാൻ എന്താടി രാവിലെ കണ്ടത്? അവളുടെ കൈത്തണ്ടയിൽ അവൻ്റെ കൈകൾ മുറുകി. മുഖത്തെ വല്ലാത്ത ഭാവം കാണെ ഭയത്തോടെ അവനെ നോക്കി അവൾ. ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. അന്യായമായി സമ്പാദിക്കുന്നതൊന്നും നമുക്ക് വേണ്ടെന്ന്. പക്ഷേ ഇച്ചായനല്ലേ എന്നെയും കൂടി ഇതിലേക്ക് വലിച്ചിട്ടത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോടിങ്ങനെ? നിങ്ങളുടെ ഇച്ചായൻ ഒരു പാവമാ. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എന്നിട്ടും എന്തിനാ ആ പാവത്തിനെ ദ്രോഹിക്കുന്നത്? ഇപ്പോഴും പറയാം, നമുക്കൊന്നും വേണ്ട. ഇച്ചായനോട് എല്ലാം തുറന്നു പറഞ്ഞ് എവിടേക്കെങ്കിലും പോവാം. കണ്ണുനീരോടെ കൈകൂപ്പി അവൾ. വീണ്ടും അത് പറയുമ്പോൾ വന്യമായ ഭാവത്തോടെ അവളെ നോക്കിയവൻ. നീ കരുതുന്നത് പോലെ അത്രയ്ക്ക് പാവമൊന്നുമല്ല അയാൾ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. നിന്റെ ശരീരം മാത്രം ലക്ഷ്യം വെച്ച് തന്നെ അയാൾ നിന്നെ വിവാഹം കഴിച്ചത്. അത് കിട്ടിക്കഴിയുമ്പോൾ ചണ്ടി പോലെ വലിച്ചെറിയും അയാൾ. അതുകൊണ്ടാ ഞാൻ നിന്നോട് സൂക്ഷിക്കാൻ പറയുന്നത്. അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് കപട സ്നേഹം പുറത്തെടുത്തു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ എൻ്റെ ശരീരത്തെയാണ് ഇച്ചായൻ മോഹിച്ചതെങ്കിൽ എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ എന്നെ കീഴ്പ്പെടുത്തിയാനെ. പക്ഷേ ഇതുവരെ മോശമായി എന്നെ ഒന്ന് നോക്കിയത് കൂടിയില്ല. എഡിച്ചായൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയണില്ല എനിക്ക്. തറപ്പിച്ചു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താടി നിനക്ക് അയാളോട് ഒരു ചായ്വ്? അപ്പോ എന്നെക്കാളും നിനക്ക് വിശ്വാസം അയാളെയാ അല്ലേ? ഞാൻ പറഞ്ഞതാ സത്യമെന്ന് നീ ഒരിക്കൽ മനസ്സിലാക്കും. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അയാൾ നിന്നെ തുടരുതെന്ന്. എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാൻ പോലെ ഡിവോഴ്സ് വേഗത്തിൽ കിട്ടുള്ളൂ. ക്രൂരഭാവം നിറഞ്ഞു അവൻ്റെ മിഴികളിൽ. നീ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ അയാൾ കീഴ്പ്പെടുത്തും. കരുതിയിരുന്നോ നീ? അതാ അമ്മാളും ഞാൻ പറഞ്ഞത്. അയാൾ നിന്റെ ശരീരത്തിൽ തൊടാൻ ഇടവരുത്തരുതെന്ന്. എൻ്റെ ഇച്ഛായനെ എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ലല്ലോ. ഇസഹാക്കിനെ കുറിച്ച് മോശമായൊരു ചിത്രം അവളിൽ കോറിയെടുക്കുകയായിരുന്നവൻ. ഈ സമയം താഴെ പോർച്ചിനുള്ളിൽ ഇസഹാക്കിന്റെ കാർ വന്നു നിന്ന് ശബ്ദം കേട്ടതും അടിമുടി വിറകൊണ്ടുപോയി അവൾ പതിയെ അവന്റെ റൂമിലേക്ക് നടന്നു, വിറയാർന്ന കാലടികളോടെ. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കൂടി പറയണേ. ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. താങ്ക് യു.